കോഴിക്കോട് ചാത്തമംഗലത്ത് കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി തകർന്നുപോയി. എരഞ്ഞിപ്പറമ്പ് കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണിയാണ് ഇപ്പോൾ തകർന്നു വീണത്. 50,000 ലിറ്ററോളം വെള്ളം ജലസംഭരണി ഉണ്ടായിരുന്നു എന്നാണ് വിവരം. പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു കുടിവെള്ള പദ്ധതി. അങ്ങനെ ഇന്നലെ രാത്രി അടിച്ച് ഫുള്ളാക്കി വെച്ചതായിരുന്നു. രാവിലെ 7 മണിക്ക് തുറക്കുമായിരുന്നു, അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചായിരുന്നു. പക്ഷേ 12:50 ആകുമ്പോൾ നേരിയ മഴയും പിന്നെ പൊട്ടലും കണ്ടത്. നമ്മളെ ചുറ്റുമതിൽ പോയിട്ട് നമ്മളെ കൃഷിയൊക്കെ നശിച്ചു പോയി. വീടൊക്കെ ഉള്ള ഐക്കായി ഒരു നല്ലൊരു മണ്ണലിപ്പ് പോലെ തന്നെയാണ് വെള്ളം വന്നത്. പെട്ടെന്ന് 25 മിനിറ്റോളം വെള്ളം വലിച്ചിട്ടുണ്ട്. ഇപ്പം എടുക്കണ്ട മീൻ. ഗൂഗിൾ കെ വേണുഗോപാൽ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗൂഗിൾ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഗൂഗിൾ പറയൂ. SKN ഇന്നലെ പുലർച്ചെയാണ് സംഭവം. 50,000-ഓളം ലിറ്റർ സംഭരിക്കാൻ പറ്റുന്ന ജലസംഭരണിയാണ് തകർന്നത്. ചാത്തമംഗലം കൂളിമാട് സമീപത്തെ എരഞ്ഞിപ്പറമ്പ് കുടിവെള്ള പദ്ധതിയാണ് തകർന്നു പോയത്. ഇതിന്റെ ഭാഗമായി 2 വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുകയും അവരുടെ കൃഷി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 120ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ജലസംഭരണിയായിരുന്നു തകർന്നത്. ഇന്നലെ ചെറിയ രീതിയിലുള്ള മഴ ആ ഭാഗത്തുണ്ടായിരുന്നു. ഈ ജലസംഭരണിയുടെ ഒരു ഭാഗത്തെ ഭിത്തി തകർന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. 30 വർഷത്തോളം പഴക്കം ഈ ജലസംഭരണിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ജലസംഭരണി തകർന്നതോടെ പ്രദേശത്തെ കുടിവെള്ള വിതരണമൊക്കെ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 വീട്ടുകാർക്കും അവരുടെ പറമ്പിലുമൊക്കെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മേല് വീട്ടിൽ സയ്യിദ് മുഹമ്മദ്, ജമാൽ എന്നിവരുടെ വീടുകളിലേക്കാണ് ഈ ജലസംഭരണി തകർന്ന് അതിലെ വെള്ളം ഇരച്ചെത്തിയത്. ഇതുമൂലം അവർക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ജലസംഭരണി തകർന്നതോടെ പ്രദേശത്തെ കുടിവെള്ള വിതരണം താൽക്കാലികമായി സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. SKN